യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ വചന ധ്യാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വേദഭാഗം അപ്പോസ്തലൻ പൗലോസ് എഴുതിയ 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമായിരുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇഹലോക ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഉദ്ദേശത്തിൽ നാം നിന്നെങ്കിൽ മാത്രമേ നിത്യത്തിലേക്കുള്ള ആ ഒരുക്കത്തിൽ നമുക്ക് പൂർണ്ണത കൈവരിക്കുവാൻ കഴിയത്തുള്ളൂ. അടുത്ത വാക്യം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ഭൂമിയിൽ നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചാൽ നമുക്ക് നിത്യതയിൽ ലഭിക്കുന്നതായ ഗുണമെന്താണ്? കേവലം ഒരു ആത്മാവ് ഒരു സ്വർഗീയ ശരീരത്തെ പ്രാപിച്ച് സ്വർഗത്തിൽ ചെല്ലുക എന്ന് മാത്രമല്ല ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിൽ നാം ചെല്ലുമ്പോൾ കോടാനുകോടി യുഗങ്ങൾ നാം സ്വർഗത്തിൽ വാഴേണ്ടതാകുന്നു. കേവലം ഒരു ചെറിയ സ്ഥലമായി നമ്മൾ സ്വർഗത്തെ കാണരുത്, മറിച്ച് നമ്മൾ അവിടെ ഒരു സ്വർഗീയ ജീവിതം നയിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമ്മൾ ചെയ്തതായ ഓരോ കാര്യങ്ങളും അവിടെ വിലമതിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വെറും കൈയായി നാം അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ഭൂമിയിൽ വളരെ വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ്, ഉപദേശങ്ങൾ ദൈവം നമുക്ക് നൽകുന്നത്. നമ്മളുടെ ഈ ഭൂമിയിലുള്ള ജീവിതം വരുന്ന സ്വർഗീയ ജീവിതത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി തീർക്കണം. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കയറിപ്പറ്റുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൻ്റെ വാതിക്കലെങ്കിലും ഇരിക്കണം എന്നുള്ളത്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ ചെല്ലണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അവിടെ നമ്മൾ മഹിമയുള്ളവരായി മാറണം, തേജസ് പ്രാപിക്കുന്നവരായി മാറണം. അവിടെ നമ്മൾ മഹാപ്രതിഫലം വാങ്ങേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതായ വാക്യം ഇതാണ്, അതിൻ്റെ 10-ാം വാക്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പദം ക്രിസ്തുവിൻ്റെ ന്യായാസനം. അതായത് ഇവിടെ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുമ്പോൾ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ബീമ എന്നുള്ള വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം പടി എന്നുള്ളതാണ്. അത് കേവലം ഒരു പടിയല്ല, ഉയർത്തപ്പെട്ട ഒരു പടി. നമുക്കറിയാം, ഒളിമ്പിക്സിലൊക്കെ ആളുകൾ വിജയിച്ചു കഴിയുമ്പോൾ അവർക്ക് നിൽക്കുവാൻ ഒരു പീഠം ഒരുക്കാറുണ്ട്. 1, 2, 3. 1-ാം സ്ഥാനം നേടിയ ആൾക്ക്, 2-ാം സ്ഥാനം നേടിയ ആൾക്ക്, 3-ാം സ്ഥാനം നേടിയ ആൾക്ക് നിൽക്കുവാനുള്ള പടികളുണ്ട്. ഇവിടെ ഈ ഭീമ എന്ന് ഉദ്ദേശിക്കുന്നത് ഉയർത്തപ്പെട്ട പടി. അതായത് സ്വർഗത്തിലും ഭൂമിയിലും ഉയർന്നതായ നാമമുള്ളവനായ കർത്താവ് യേശുക്രിസ്തു ഈ ഉയർന്ന പടിയിൽ ന്യായാസനത്തിൽ നിന്നുകൊണ്ട് അവൻ ന്യായം വിധിക്കുന്നവനായ കർത്താവാണ്. പ്രധാനമായിട്ടും 2 ന്യായവിധികളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ആ ന്യായവിധി. അത് പ്രതിഫലത്തിൻ്റെ ന്യായാസനമെന്നാണ് പലരും വിളിക്കാറുള്ളത്. കാരണം പ്രതിഫലം വിഭജിച്ചു കൊടുക്കുന്നതായ ഒരു ന്യായാസനമാണ്. എന്നാൽ അടുത്ത ഒരു ന്യായാസനം എന്ന് പറയുന്നത് വെള്ളസിംഹാസനമാണ്. വെള്ളസിംഹാസനത്തിൽ എല്ലാവരെയും, അതായത് പാപികളായ മനുഷ്യരെ, നീതിമാന്മാരൊഴികെ ബാക്കി എല്ലാവരെയും വിസ്തരിക്കുന്ന വെള്ളസിംഹാസനം. അത് അന്ത്യന്യായവിധി എന്ന് നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നതായ ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ ആ വിധി എന്ന് പറയുന്നത് അനേക വേദപണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പായിട്ട് ദൈവം തൻ്റെ വിശുദ്ധന്മാർക്ക് ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ പ്രതിഫലം വിഭജിച്ചു കൊടുക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു വചനം നമ്മളെ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ കേവലം ഒരു ജീവിതമല്ല, മറിച്ച് ക്രിസ്തുവിനായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് ജീവിപ്പാൻ നമ്മെ സഹായിക്കും. ഓർക്കണേ, നമ്മളുടെ ഈ ദിവസങ്ങളിലെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ ഈ ജഡത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നാം ജീവിക്കുമ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുക.
ഏറ്റവും നന്നായിട്ട് ജീവിക്കുക. ദൈവം തരുന്ന കൃപകൾക്കും ദൈവം തന്ന കഴിവുകൾക്കും അനുസരിച്ച് നാം പ്രയോജനപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം ഇതിന് അടിസ്ഥാനമായിട്ടുണ്ട്. ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവൻ അല്ല. അപ്പോൾ നോക്കണേ, ദൈവം നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ശുശ്രൂഷയും കാണുന്ന ദൈവമാണ്. നാം തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതി ഉള്ളവൻ അല്ല. ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ ക്രിസ്തുവിൻ്റെ നീതിയാണ് വെളിപ്പെടുന്നത്. ഇന്ന് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി യേശു ക്രിസ്തു മധ്യസ്ഥ വഹിക്കുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഈ മധ്യസ്ഥ ശുശ്രൂഷയെ വിട്ടുകൊണ്ട് അവൻ ന്യായാസനത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളാണ്. ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുമ്പോൾ ആ മധ്യസ്ഥതയുടെ ശുശ്രൂഷ കഴിയും എപ്പോഴാണ്? നമ്മളെല്ലാവരും തേജസ്കരിക്കപ്പെട്ട് അവനോടുകൂടെ ആകുമ്പോൾ. അതിനുശേഷമുള്ള യേശുവിൻ്റെ പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവൻ ന്യായാസനത്തിൽ ഇരിക്കും. ഈ ന്യായാസനം വളരെ ബഹുമാന്യമാണ്. അതുപോലെ സകലരും ഭയപ്പെടുന്ന ഒന്നാണ്. നമ്മളെല്ലാവരും ആ ഭയത്തോടും ആ ബഹുമാനത്തോടും കൂടെ അന്ന് ഈ കൃപാസനത്തിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തതായ കാര്യങ്ങളുടെ ആ ഒരു റിസൾട്ട്, ആ ഒരു ആകത്തുക അന്ന് വെളിപ്പെട്ടു വരും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തി ദൈവം മുമ്പാകെ ന്യായം വിധിക്കപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ആ ഒരു ചിന്തയിൽ വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കുട്ടികൾ അവർ പരീക്ഷ എഴുതുന്നു. ആ പരീക്ഷ എഴുതുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്കറിയാം ഇതിനൊരു പ്രതിഫലമുണ്ട്. ഞാൻ എഴുതുന്ന ഓരോ ആൻസറിനും, ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യനും തക്കതായ വെയിറ്റേജ് മാർക്കുകളുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന പ്രവർത്തികൾക്ക് തക്കതായ പ്രതിഫലമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് കേവലം നമ്മുടെ ആത്മാക്കൾ മാത്രം രക്ഷപ്പെട്ട് പോവുകയെന്നുള്ളതല്ല, നമ്മുടെ പ്രവൃത്തി കൂടെ നിത്യതയിൽ പ്രതിഫലം വാങ്ങുവാൻ തക്കവണ്ണം നാം കൊണ്ടു ചെല്ലേണ്ടത് ആവശ്യമാണ്. ശരിയാണ്, നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ രക്ഷയ്ക്ക് കാരണമല്ല. പക്ഷേ നമ്മളുടെ രക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും പ്രതിഫലത്തിന് വേണ്ടി വിലയിരുത്തപ്പെടും. ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇത് മറന്നു പോകാതെ വേണം നമ്മൾ ഓരോ ദിവസവും ജീവിക്കുവാൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മുടെ പ്രവൃത്തികൾ മാത്രമല്ല, ആ പ്രവൃത്തിയുടെ പുറകിലുള്ള മോട്ടീവ്സ്, ലക്ഷ്യം എന്താണ് എന്നുള്ളതുകൂടെ അന്ന് ന്യായാസനത്തിങ്കൽ വിധിക്കപ്പെടുവാനിടയായിത്തീരും. ഒരിക്കൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞില്ലേ, അന്നാളിൽ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരും. ഞാൻ രോഗികളെ സൗഖ്യമാക്കി, വലിയ കൺവെൻഷനുകൾ നടത്തി, അനേകർക്ക് ഞാൻ ആഹാരം കൊടുത്തു, ചാരിറ്റി ചെയ്തു. പക്ഷേ ഞാനോ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അത് കർത്താവ് യേശു ക്രിസ്തു പറയുവാൻ കാരണം എന്താണ്? അതാണ് നമ്മൾ അടുത്ത ദിവസവും ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ധാരാളമായി പ്രവൃത്തികൾ ചെയ്യും, ധാരാളം ഹ്യൂജായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടും. പക്ഷേ അവന് ന്യായാസനത്തിന് മുമ്പാകെ കടന്നു വരുമ്പോൾ അത് അപ്രകാരം വിലയിരുത്തപ്പെടും. അത് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ കേട്ട വചനത്തിനു മുമ്പാകെ നമുക്ക് നമ്മളെ ഇന്ന് സമർപ്പിക്കാം. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ അത് പ്രതിഫല യോഗ്യമാണോ എന്ന് നമ്മൾ വിലയിരുത്തണം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, ദൈവം മുമ്പാകെ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വാസ്തവത്തിൽ ഈ 10-ാം വാക്യം നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു വാക്യമാണ്. അതുകൊണ്ട് ഈ വചനം വായിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രചോദനമുള്ളവരായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തിനായി ജീവിപ്പാനും ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികളിൽ ഞങ്ങൾ ഏർപ്പെടുവാനും തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.